ലോകത്തിലെ ഏറ്റവും വലിപ്പമുള്ള പാമ്പുകളെ പറ്റി നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൽ പലതും വിഷമില്ലാത്ത പാമ്പുകളായിരുന്നു. പാമ്പുകളെക്കുറിച്ച് നമുക്കറിയാം, പാമ്പുകൾ പൊതുവെ ഒരുപാട് പേരുടെ നൈറ്റ്മെയർ ആണ്. വിഷമില്ലെങ്കിലും ഒരുപക്ഷെ നമ്മളെ ഭയപ്പെടുത്തുന്ന കാര്യത്തിൽ പാമ്പുകൾ വേറെ ലെവലാണ്. എന്നാൽ പാമ്പുകടി മൂലം മരണപ്പെടുന്ന ആളുകളുടെ കണക്കിനേക്കാൾ എത്രയോ കൂടുതലാണ് വിഷമില്ലാത്ത പാമ്പുകളെ ആളുകൾ കൊന്നൊടുക്കുന്നതിൻ്റെ കണക്ക്. എന്തായാലും ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയതും അപകടകാരികളുമായ ചില പാമ്പുകളെ പറ്റിയാണ് സംസാരിക്കുന്നത്. സോ ഗൈസ്, വീഡിയോ നിങ്ങൾ തീർച്ചയായും അവസാനം വരെ കാണുക. കാരണം ഈ ഒരു പാമ്പുകളുണ്ടല്ലോ, സീനാണ് മക്കളെ. നമ്പർ 10, ബ്ലാക്ക് മാമ്പ. ബ്ലാക്ക് മാമ്പകളെ പറ്റി നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറി ആക്രമിക്കാതെ തന്നെ ഇങ്ങോട്ട് കയറി ചൊറിയുന്ന ഒരിനം പാമ്പാണ് ബ്ലാക്ക് മാമ്പകൾ. സൗത്തേൺ ആഫ്രിക്കയിലും ഈസ്റ്റേൺ ആഫ്രിക്കയിലും ഈ ഒരു പാമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രലോഭിപ്പിക്കുമ്പോൾ വളരെ ഡേഞ്ചറായ ഇക്കൂട്ടർ ഒരു കാര്യവുമില്ലെങ്കിലും ആക്രമിക്കാൻ മുതിരാറുണ്ട്. 8.2 ഫീറ്റ് വരുന്ന ഈ ഒരു പാമ്പുകൾ 14 ഫീറ്റ് വരെ വളരും. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയിലെ ഏറ്റവും വിഷമേറിയ പാമ്പും ഇത് തന്നെയാണ്. മണിക്കൂറിൽ 12.5 km/h ആണ് ഇവയുടെ വേഗത. ബ്ലാക്ക് മാമ്പ എന്ന് പറയാറുണ്ടെങ്കിലും ഗ്രേ ഒലിവ് നിറത്തിലാണ് ഇവയെ കാണാറുള്ളത്. തൻ്റെ ശരീരത്തിൻ്റെ 2/3 ഭാഗവും ഉയർത്തി നിർത്താൻ ബ്ലാക്ക് മാമ്പകളെ കൊണ്ട് സാധിക്കും. സാധാരണ പാമ്പുകൾക്ക് ന്യൂറോടോക്സിൻ വെനമാണെങ്കിൽ ഇവയ്ക്ക് ന്യൂറോടോക്സിൻ കൂടാതെ കാർഡിയോടോക്സിൻ കൂടെയുണ്ട്. ഒരു ബ്ലാക്ക് മാമ്പയുടെ ഒരു തുള്ളി വിഷത്തിന് ഒരു റൂമിലെ മുഴുവൻ പേരെയും കൊല്ലുവാൻ സാധിക്കും. നമ്പർ 9, കിങ് ബ്രൗൺ സ്നേക്ക്. നമുക്കറിയാം, ഒരുപാട് വിഷമുള്ള പാമ്പുകൾ വസിക്കുന്ന ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. അവിടുത്തെ കിങ് എന്ന് വിളിക്കാവുന്ന ഒരാളാണ് കിങ് ബ്രൗൺ സ്നേക്ക്. ഓസ്ട്രേലിയയിലെ ഏറ്റവും ഭാരം കൂടിയ ഡേഞ്ചർ സ്നേക്കും കിങ് ബ്രൗൺ തന്നെയാണ്. ഒരു സാധാരണ കിങ് ബ്രൗണിന് 4.9 ഫീറ്റ് വലിപ്പം വരാറുണ്ട്. കുറച്ച് മാസീവ് ആയതിന് 8.2 ഫീറ്റും. വളരെ സ്ട്രോങ് ആൻഡ് മാസീവ് ആണ് ഈ ഒരു പാമ്പുകൾ. ഫീമെയിൽ കിങ് ബ്രൗൺ സ്നേക്കിന് മെയിലിനേക്കാൾ അല്പം വലിപ്പം കുറവായിരിക്കും. ഒരു സാധാരണ കിങ് ബ്രൗൺ സ്നേക്കിന് ചുരുങ്ങിയത് 20 മനുഷ്യരെയെങ്കിലും കൊല്ലുവാനും സാധിക്കും. നമ്പർ 8, കിങ് കോബ്ര. കിങ് കോബ്രയെ പറ്റി ഞാൻ കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. മറ്റു പാമ്പുകളെ ഭക്ഷണമാക്കുന്ന കിങ്ങുകളാണ് രാജവെമ്പാലകൾ. കാര്യം രാജാവാണെങ്കിലും മനുഷ്യരോട് വളരെ ഷെയ്യാണ് കിങ് കോബ്രകൾ. എപ്പോഴും ഒളിച്ച് താമസിക്കുവാൻ നോക്കും. എന്നാൽ ഇവ വളരെ മാസീവാണ്. 18 ഫീറ്റ് വരെ വലിപ്പം ഇവക്ക് വരാറുണ്ട്. പൊതുവെ ന്യൂറോടോക്സിൻ വെനമാണ് ഇവക്കുള്ളതെങ്കിലും കാർഡിയാക് അറസ്റ്റ്, റെസ്പിറേറ്ററി ഫെയിലിയർ എന്നിവ കാരണം കൊണ്ടാണ് കൂടുതൽ ആളുകളും മരണപ്പെടാറുള്ളത്. ഒരു ശരാശരി രാജവെമ്പാലക്കത് 20 മനുഷ്യരെ, എന്തിന് ഒരു ആനയെ വരെ കൊല്ലുവാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലും ഇഷ്ടം പോലെ രാജവെമ്പാലകളുണ്ട്. നമ്പർ 7, ബർമീസ് പൈത്തൺ. പെരുമ്പാമ്പ് വിഭാഗത്തിലെ വളരെ അഗ്രസീവായതും ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് വിഭാഗത്തിൽ ആദ്യ 5-ൽ വരുന്ന ഒരു പാമ്പാണ് ബർമീസ് പൈത്തൺ. ഏവറേജ് 12 ഫീറ്റെങ്കിലും വലിപ്പം ഇവക്ക് വരാറുണ്ട്. എന്നാൽ 23 ഫീറ്റ് വരെ വളരാറുമുണ്ട്. 200 പൗണ്ട് തൂക്കമാണ് ഇവക്കുള്ളത്. വിഷമില്ലെങ്കിലും ഇവ അപകടകാരികളാണ്. പ്രലോഭിപ്പിക്കാതെ അക്രമകാരിയായി മാറും. പൊതുവെ ഇരയെ വിഴുങ്ങിയ ശേഷം ഛർദ്ദിച്ച് കളയലാണ് ഇവരുടെ രീതി. മാത്രമല്ല, ഇരയെ വരിഞ്ഞു മുറുകി സഫക്കേറ്റ് ചെയ്യാനും ഇവ ശ്രമിക്കാറുണ്ട്. ഇന്ന് പല സൂവിലും ബർമീസ് പൈത്തൻ്റെ സാന്നിധ്യമുണ്ട്. നമ്പർ 6, ഈസ്റ്റേൺ ഡയമണ്ട് ബ്ലാക്ക്. പിറ്റ് വൈപ്പർ അഥവാ റസ്സൽ അണലി വിഭാഗത്തിൽപ്പെടുന്ന വളരെ അഗ്രസീവായ പാമ്പുവർഗമാണ് ഈസ്റ്റേൺ ഡയമണ്ട് ബ്ലാക്ക്. USA വളരെ റെയറായി മാത്രം കാണപ്പെടുന്ന വിഷപ്പാമ്പുകളിൽ ഏറ്റവും വിഷവും ഇവക്കാണ്. നോർത്ത് അമേരിക്കയിലാണ് കൂടുതലായും ഇവയെ കാണപ്പെടുക. ഒരു സാധാരണ ഈസ്റ്റേൺ ഡയമണ്ട് ബ്ലാക്കിന് 6 ഫീറ്റ് വരെ വലിപ്പം വരാറുണ്ട്. എന്നാൽ ഇതുവരെ കണ്ടെത്തിയ ഡയമണ്ട് ബ്ലാക്കിൽ ഏറ്റവും വലുതിന് 7.9 ഫീറ്റ് വരെ വലിപ്പം വന്നിട്ടുണ്ട്. കുറ്റിക്കാടുകളിൽ ചുരുണ്ടുകൂടിയാണ് ഇവ ഇരയെ ആക്രമിക്കാറുള്ളത്. ഇവരുടെ കടി കിട്ടിയാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പിന്നെ പറയേണ്ടതില്ലല്ലോ. നമ്പർ 5, ആഫ്രിക്കൻ റോക്ക് പൈത്തൺ. ബർമീസ് പൈത്തനെ പോലെ അപകടകാരിയായ മറ്റൊരു പൈത്തനാണ് ആഫ്രിക്കൻ റോക്ക് പൈത്തൺ. ഇവ തന്നെ 23 സ്പീഷീസായി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കൽ കാനഡയിലെ 2 കുട്ടികൾ 20 ഫീറ്റ് വലിപ്പമുള്ള ഒരു ബർമീസ് പൈത്തനെ പിടികൂടിയിരുന്നു. സഹാറൻ മരുഭൂമിയിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടാറുള്ളത്. മാത്രമല്ല, ബർമീസ് പൈത്തനെ അപേക്ഷിച്ച് ലാർജ് കർവ്ഡ് ടീത്ത് കൂടെ ഇവയുടെ സവിശേഷതയാണ്. മുയൽമാൻ തുടങ്ങിയ ജീവികളെയാണ് ഇവ ഭക്ഷണമാക്കാറുള്ളത്. വിഷമില്ലാത്ത പാമ്പ് ആയതിനാൽ ഇരയെ വരിഞ്ഞു മുറുകി കൊലപ്പെടുത്തും. എന്തിന്, മനുഷ്യരെ വരെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. നമ്പർ 4, സ്കാർപ്പ് പൈത്തൺ. 2020 ഡിസംബറിൽ ഒരു ബുഷ്ചെരിയുടെ അടുത്തു നിന്ന് ഒരു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. അവൻ്റെ അച്ഛൻ അവിടെ കണ്ട കാഴ്ച ഏവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ഒരു യമണ്ടൻ സ്കാർപ്പ് പൈത്തൺ. പാപ്പുവ ന്യൂഗിനിയിലെ ഫാർ നോർത്തേൺ ക്യൂൺ ഐലാൻഡിലെ റെയിൻ ഫോറസ്റ്റിലാണ് പൊതുവെ സ്കാർപ്പ് പൈത്തണുകളെ കാണാനാവുക.
അതുകൂടാതെ ഇന്ത്യാനേഷ്യയിലും 26 അടി നീളവും 55 പൗണ്ട് തൂക്കവും ഇതിനുണ്ടായിരിക്കും. പൊതുവെ ഇരുട്ടിൽ ഒളിഞ്ഞിരിക്കുന്നവരാണ് ഈ കൂട്ടർ. പക്ഷേ വിഷമില്ലെങ്കിൽ പോലും അപകടകാരിയാണ്. ശക്തമായ പല്ലുകളും താടിയെല്ലുകളും ഇവക്കുണ്ട്. കങ്കാരുവിനെ വരെ ഇവ അകത്താക്കാറുമുണ്ട്. നമ്പർ 3, യെല്ലോ അനാക്കോണ്ട. ഒരിക്കൽ ബ്രസീലിലെ ഒരു കാട്ടിൽ നിന്നും ഒരു യെല്ലോ ആനക്കോണ്ടയെ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി. അതിൻ്റെ ശരീരം നീക്കം ചെയ്യാൻ സാധിക്കാത്തതിനാൽ ഒരു ക്രെയിൻ ഉപയോഗിച്ചാണ് അവിടെ നിന്നും നീക്കം ചെയ്തത്. 33 അടി നീളവും 900 പൗണ്ട് തൂക്കവും അതിനുണ്ടായിരുന്നു. സൗത്ത് അമേരിക്കയിൽ മാത്രം കാണപ്പെടുന്ന ഒരു ആചാന ബാഹുവാണ് യെല്ലോ അനാക്കോണ്ടകൾ. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പുകളിൽ ഒന്നാണ് ഈ ഒരു പാമ്പും. വെള്ളത്തൊലിക്ക് പുറമെ കറുത്ത പുള്ളികളും ഇവരുടെ ശരീരത്തിൽ കാണുവാൻ സാധിക്കും. വളരെ അഗ്രസീവായ ഒരു പാമ്പ് വർഗം കൂടിയാണ് യെല്ലോ അനാക്കോണ്ടകൾ. നമ്പർ 2, ഗ്രീൻ അനാക്കോണ്ട. യെല്ലോ അനാക്കോണ്ടയുടെ ഒരു ചേട്ടനായിട്ട് വരും ഗ്രീൻ അനാക്കോണ്ട. ചേട്ടൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പവർ പുള്ളി കാണിക്കില്ലേ. ഒരിക്കൽ ഒരു ബ്രസീലിയൻ ഫിഷിംഗ് ഗൈഡിനെ ഈ ഒരു പാമ്പ് അറ്റാക്ക് ചെയ്ത് കൊലപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ഇവയുടെ ആക്രമണം പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. സൗത്ത് അമേരിക്കയിൽ പ്രത്യേകിച്ച് ആമസോൺ മഴക്കാടിലാണ് ഇവരെ പ്രധാനമായും കാണാനാവുക. റെട്ടിക്കുലേറ്റഡ് പൈത്തണുകൾ ഇവയേക്കാൾ വലിപ്പം വരാറുണ്ടെങ്കിൽ പോലും ഇത്ര തടി വരാറില്ല. മാത്രമല്ല ഏത് കാട്ടുമൃഗത്തെ എന്തിന് പുലിയെ വരെ അകത്താക്കുന്ന ടീമാണ് ഗ്രീൻ അനാക്കോണ്ടകൾ. ഒരിക്കൽ ഇരയെ വിഴുങ്ങിയാൽ പിന്നെ കുറച്ചു കാലത്തേക്ക് റെസ്റ്റ് ആയിരിക്കും. നമ്പർ 1, റെട്ടിക്കുലേറ്റഡ് പൈത്തൺ. ലോകത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും വലുപ്പമേറിയ പാമ്പാണ് റെട്ടിക്കുലേറ്റഡ് പൈത്തൺ. ഇന്ത്യാനേഷ്യയിലെ സുലേവേസി ഐലാൻഡിൽ നിന്നൊരിക്കൽ അക്ബർ എന്നു പേരുള്ള ഒരു മനുഷ്യൻ്റെ ശരീരം ഇത്തരത്തിലുള്ള ഒരു പൈത്തൻ്റെ വയറ്റിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് മെഡൂസ എന്നു പേരുള്ള റെട്ടിക്കുലേറ്റഡ് പൈത്തണാണ് ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പ് എന്ന് അവകാശപ്പെടുന്നത്. അതല്ല അവകാശപ്പെടുന്നത്, അതിനെ വളർത്തുന്ന ആൾക്കാർ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിപ്പമേറിയ ചില പാമ്പുകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയത് ഏത് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള ടോപ്പ് 10 വീഡിയോസും നിങ്ങൾക്ക് താഴെ റെക്കമെൻഡ് ചെയ്യാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു ചാനലും ഈ ഒരു വീഡിയോയും ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അപ്പോൾ നമുക്കിതിന് മികച്ചൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.